ഹലോ ഗായ്സ്, ഇന്നൊരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതേ 1 കിലോ ചെറിയ ചിക്കനാണ് വാങ്ങിച്ചേക്കണം. 1 കിലോനുള്ള ചിക്കൻ കഴുകി ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതേ ഇഞ്ചി ഉണ്ടായിരുന്നില്ല, 1 കുടം വെളുത്തുള്ളി, 2 സവാളയും 3-4 പച്ചമുളകും, 2 തക്കാളി അരിഞ്ഞതും, പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതിങ്ങനെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ഉരുളിച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. ചട്ടിയും എണ്ണയും ചൂടായി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാം. ഉരുളക്കിഴങ്ങ് വറുത്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 5-10 മിനിറ്റ് എടുക്കും നമുക്ക് ഉരുളക്കിഴങ്ങ്. ഈ പരിവം ആകുമ്പോഴത്തേക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് വറുത്തത് എടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ ആ സെയിം പാനിൽ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവാള സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയും അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വാടി വരുമ്പോഴത്തേക്കും ഒരു പിടിക്ക് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലോണം വാടി വരണം. വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകണം കേട്ടോ. ഇപ്പം നല്ലോണം വാടിയൊക്കെ വന്നിട്ടുണ്ട്. വാടി വന്നതിലോട്ട് ഞാൻ മസാലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ ടീസ്പൂൺ മുളക് പൊടി, 1 വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ ഗരം മസാലയാണ്. മീറ്റ് മസാല ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിനകത്ത് എല്ലാ സ്പൈസസും ഉണ്ട് കേട്ടോ. അത് വറുത്ത് ഉണക്കി പൊടിച്ച മസാലയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതും കൂടെ നമുക്കിതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കാം. നല്ലോണം വാടണം കേട്ടോ. സവാളയും പച്ചമുളകും എല്ലാം നല്ലോണം വാടി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. കുറേ നേരം ടൈം എടുക്കും നമുക്ക് ഒന്ന് വാടി വരാനായിട്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും തക്കാളി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും, 1 ടേബിൾ സ്പൂൺ ഉപ്പും, പിന്നെ കുറച്ച് എല്ലാ മസാല അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തക്കാളിയും എല്ലാം കൂടെ ഒന്ന് വേകാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാട്ടോ നമുക്കൊന്ന്. അപ്പോൾ മസാല കരിഞ്ഞു പോകുകയില്ല, തക്കാളിയൊക്കെ വെന്ത് വരികയും ചെയ്യും. ഇപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ആ ചിക്കൻ കട്ട് ചെയ്തേക്കുന്നത്. ചെറിയ കോഴിയുമാണിത്. അപ്പം അതുകൊണ്ട് അധികം വേവുണ്ടാവില്ല, കുഞ്ഞു കോഴി. നമുക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടെ യോജിപ്പിച്ച്
ഒന്ന് അടച്ചു വെച്ച് ഒരു 10-20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 20 to 30 മിനിറ്റ്സ് വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ ഇത് ചെറുതായതുകൊണ്ട് 20 മിനിറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇച്ചിരി കൂടെ വലിയ ചിക്കൻ ആണെങ്കിൽ ഒരു അരമണിക്കൂറോളം നമുക്ക് വേവിക്കണം. പിന്നെ ബ്രോയിലർ ചിക്കൻ അധികം വേവില്ലല്ലോ. എല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുള്ളൂ. ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇച്ചിരി ഗരം മസാലയും പിന്നെയും ആഡ് ചെയ്തിട്ടുണ്ട്. മസാല കുറവാണെന്ന് തോന്നിയപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ള വേവും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട്, ചിക്കനിൽ ചാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കുറച്ച് ചാറിരിക്കട്ടെ എന്ന് ഓർത്താണ്. ഇപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതും അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അപ്പം നെയ്യൊക്കെ ഉരുളക്കിഴങ്ങിൽ കയറി പിടിച്ചോളും. ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്നത്. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റും കൂടെ ഉരുളക്കിഴങ്ങും ചിക്കനും ഗ്രേവിയും എല്ലാം കൂടെ പിടിക്കട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ചെറുതീയിൽ തന്നെ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ സെറ്റായിട്ട് വന്നോളും. ഒരു 10-25 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാല വേണ്ടവർക്ക്, ഞാൻ മസാല കുറവാണ് പൊതുവേ ഉപയോഗിക്കുന്നത്. മസാല നല്ല അത്യാവശ്യം വേണ്ടവർക്ക് ഇച്ചിരി കൂടെ മസാല കൂട്ടിയിടാം. ചിക്കൻ മസാല ഇടാം. പിന്നെ ഞാൻ കുറച്ച് പെപ്പറൊക്കെ ഇതിനകത്ത് ഗരം മസാലയിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ വേറെ എക്സ്ട്രാ പെപ്പറൊന്നും ആഡ് ചെയ്തത്. ഓൾറെഡി എൻ്റെ ഗരം മസാലയിൽ ഉണ്ടല്ലോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂട് ചോറും ചിക്കൻ കറിയും, വേറെ ചാറൊന്നും ഉണ്ടാക്കിയില്ല. ഇതിനകത്തുള്ള ചാറുണ്ടായിരുന്നു, പിന്നെ ഇത്തിരി മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക് യു.